മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ ചിന്തകളുടെ കേന്ദ്രമാണ്. ഇതൊന്നും അറിയാതെ, അത് അവർക്ക് മാത്രമല്ല അറിയാത്തത്, അവരെ മാനേജ് ചെയ്യണവർക്ക് അറിഞ്ഞൂടാ. അതാണ് അവിടെ വരുന്ന വലിയൊരു വ്യത്യാസം. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വരുന്ന ചിന്തകളൊക്കെ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. പാരൻസ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കൃത്യമായും അപ്പം ശ്രദ്ധിച്ചിരിക്കണം. ഒരു ടൈം അവർ അത് തന്നെ മോഡലിംഗ് ഉണ്ടാവണം. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ നമ്മൾ പാരൻസ് പ്രത്യേകിച്ചും ക്രിസ്റ്റീന പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്, ആ മോഡലിംഗ് എന്ന് പറയണത് സിസ്റ്റമാറ്റിക് ലൈഫാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മൃഗങ്ങളല്ല. മൃഗങ്ങൾ നമ്മളെ കയ്യിലൊക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. കാരണം അവരുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കുറേ പാരൻസ്, മൊബൈൽ നീ മൊബൈലൊന്നും ഉപയോഗിക്കാൻ മൊബൈൽ ഉപയോഗിക്കാൻ അറിയണം. അവൻ ശിക്ഷ വേണ്ടെന്ന് പറയുമ്പോൾ ശിക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ വ്യത്യാസം മനസ്സിൽ. ശിക്ഷ വേണ്ട, ശിക്ഷ പാടില്ല. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. ലോകം മാറിയപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ അവകാശമില്ല, പക്ഷേ ശിക്ഷണം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ഈ അക്കാദമിക് ബ്രില്യൻസ് വെച്ചിട്ടാണ് കുട്ടികളെ അസസ് ചെയ്യണത് ഇപ്പോഴും. ഇപ്പം ടീനേജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ടീനേജ് കുട്ടികളിലെ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഈ സോഷ്യൽ മീഡിയ അമിത ഉപയോഗം ഇവരിലെ ഇമോഷൻസ് പല രീതിയിൽ വളർത്താറുണ്ട്. അപ്പോൾ ഇവർക്ക് ഡിപ്രഷൻ എന്താണെന്നോ ആങ്സൈറ്റി എന്താണെന്നോ, അല്ലെങ്കിൽ ഈ ഇപ്പം നമ്മൾ കുറേ റീലുകളുണ്ട്, ഏത് രീതിയിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്തരം സമ്മർദ്ദം കുട്ടികളിൽ കൂടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക? ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു തകരാറുണ്ട്. നമ്മുടെ ഈ ചെറുപ്പത്തിൽ ഈ പാഠപുസ്തകങ്ങളിലൊന്നും മനസ്സെന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതെല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ ചിന്തകളുടെ കേന്ദ്രമാണ്. ഇതൊന്നും അറിയാതെ, അത് അവർക്ക് മാത്രമല്ല അറിയാത്തത്, അവരെ മാനേജ് ചെയ്യണവർക്കും അറിഞ്ഞൂടാ. അതാണ് അവിടെ വരുന്ന വലിയൊരു വ്യത്യാസം. അപ്പോൾ കുട്ടികളെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ചിന്തിക്കേണ്ടത് ഈ നമ്മൾ നേരത്തെ ഈ മനോരോഗങ്ങളാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമുക്ക് പണ്ടേ ഇല്ല. പണ്ടേ ചിലപ്പോൾ അയാൾക്ക് വട്ടാണ്, ഇപ്പോഴും ആ സ്റ്റിഗ്മ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് രോഗം ഉണ്ടാകാം, പക്ഷെ അതിന് മുമ്പുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുവിധം കോൺസെപ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ മാനസികാരോഗ്യത്തിന് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു രീതിയിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെല്ലാത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആവും. പക്ഷെ ഒരു കാര്യമുള്ളത്, നമുക്ക് അവരെ ഏതെങ്കിലും നല്ല രീതിയിലാക്കണമെങ്കിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞാൽ മാതൃകയാണ് ഏറ്റവും നല്ല പ്രേരണ. അവർ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? അവരെക്കായാലും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. അതെ, അതൊരു വലിയ പ്രോബ്ലം അല്ലേ അവരുടെ പാരൻസ്. അപ്പോൾ ഈ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള റീൽസ് അവരെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? അത് കാണുന്നതിലൊരു റെസ്ട്രിക്ഷൻ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരും. അവരെന്ത് കാണണം, അപ്പം അതിനെന്ത് വേണ്ടി വരും? പാരൻസിന്റെ ബിഹേവിയർ പാറ്റേൺ അപ്പം കുട്ടികളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു. മാത്രമല്ല നമ്മളോട് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നതിൽ കാര്യമുണ്ട്, നമ്മൾ പറയുന്ന രീതി, എന്തിലും ഏതിനും അവരെ കുറ്റം പറഞ്ഞ് നാഗ് ചെയ്യണ പാരൻസ് ആണെങ്കിൽ ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതേസമയം ചില കാര്യങ്ങളിൽ നമ്മൾ അവരെ ഇരുത്തി അവരെ കൺവിൻസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ചില കാര്യങ്ങളാൽ നമ്മളെ എഫക്റ്റഡ് ആകാൻ ഇടയുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത, ഞാൻ ഈ യൂട്യൂബറാണ്, എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം തന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഞാൻ ചില കാര്യങ്ങളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചിലർ പറയും, ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് വീണ്ടും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു പ്രിൻസിപ്പിളുണ്ട്. നമ്മുടെ മനസ്സ് ചിന്തകളുടെ കേന്ദ്രമാണ്. അപ്പോൾ അതിന് രണ്ട് തലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് സബ് കോൺഷ്യസ് മൈൻഡും മറ്റേത് കോൺഷ്യസ് മൈൻഡും. വേറൊരു മൈൻഡിനെ ഞാനിപ്പോൾ എടുക്കണില്ല, അത് മനോരോഗമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഉണർന്നിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. നമുക്ക് തന്നെ അറിയില്ല എന്തൊക്കെ ചിന്തകളാണെന്ന്. ആ സമയത്ത് ഈ ചിന്തകളുടെ തലത്തിനെ നമ്മൾ കോൺഷ്യസ് മൈൻഡ് എന്നാണ് പറയണത്. പക്ഷേ ചില ചിന്തകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പർപ്പസ്ഫുള്ളായിട്ടൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ചിന്തകളുടെ ഒരു തലമുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചിന്തകൾ
അല്ലെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ചിന്തകൾ, ഇതൊക്കെ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ചിന്തകളാണ്. ചിന്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മുടെ ജീവിതത്തെ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. രാവിലെ എഴുന്നേക്കൂലേ, അലാറം അടിക്കൂലേ, ഒരൊറ്റ ചിന്ത കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ കിടന്നുറങ്ങും. ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ എഴുന്നേക്കണമെങ്കിൽ അതനുസരിച്ച് ചിന്ത വരണ്ടേ. ഇന്ന് എനിക്കൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്, എനിക്ക് എഴുന്നേക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോരും. എല്ലാത്തിൻ്റെ പിന്നിൽ ഈ ചിന്തകളാണ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വരുന്ന ചിന്തകളൊക്കെ നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതാണ് ഈ സോഷ്യൽ മീഡിയക്കാർ ഇപ്പോൾ ഒരു ആശയം തന്നെ കണ്ടിട്ടില്ലേ, ഒരേ ആശയം തന്നെ പലരും ഇങ്ങനെ വന്ന് പറയുമ്പോൾ നമ്മളതുപോലെ ആകാൻ ചാൻസ് ഉണ്ട്. പൊളിറ്റീഷ്യൻസ് അതല്ലേ ചെയ്യണത്. ഇലക്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ഓൺ ചെയ്ത് നോക്കിക്കോ, ഒരേ കാര്യം തന്നെ പല ദിക്കിലിരുന്ന് പറയും. പിന്നെ നമ്മൾ ചെയ്ത തെറ്റുകൾ ചിലപ്പോൾ ആവർത്തിച്ചെന്നിരിക്കും. കാരണം നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. റിപ്പീറ്റഡായിട്ട് വരുന്ന കാര്യങ്ങൾ വളരെ പവർഫുള്ളായിട്ട് നമ്മുടെ മനസ്സിൽ വന്നിട്ട് നമ്മൾ അതുപോലെ പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു ആങ്സൈറ്റി വരാൻ തന്നെ എന്താ കാരണം, പല കാര്യങ്ങളെക്കുറിച്ച് ആങ്സൈറ്റിയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നമ്മളെ ആങ്സൈറ്റി വളർത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് പിന്നെ സോഷ്യൽ മീഡിയ സെറ്റപ്പ് ചെയ്തേക്കണം നോക്കിയിട്ടുണ്ടോ, വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു എന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് വീണ്ടും വന്നുകൊണ്ടിരുന്നത്? നമ്മൾ അതിനോട് അഡിക്റ്റഡായി നമ്മളങ്ങനെ ആകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ കുട്ടികളൊരു പ്രത്യേക തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ ആയിപ്പോവും. അത് മനസ്സിൻ്റെ ഒരു സംഭവമാണ്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഗുണകരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. നന്മയുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു അങ്ങനെയാകാം നമ്മൾ. പക്ഷേ അത് നമുക്ക് നെഗറ്റീവായിട്ടാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ ആക്ച്വലായിട്ട് സംഭവിക്കുന്നത്. പാരൻസ് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കൃത്യമായും അപ്പം ശ്രദ്ധിച്ചിരിക്കണം. ഒരു ടൈം അവർ അത് തന്നെ മോഡലിംഗ് ഉണ്ടാവണം. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ നമ്മൾ പാരൻസ് പ്രത്യേകിച്ചും ക്രിസ്റ്റീന പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്, ആ മോഡലിംഗ് എന്ന് പറയണത് ലൈഫിൽ ഈ നമ്മളിപ്പോൾ 10ാം ക്ലാസ് 12ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ കുറേ പേരെങ്കിലും സൈക്കോളജി പഠിക്കാൻ പോകുന്നുണ്ട്. അതെനിക്കൊരു അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്താ കാര്യം എന്നറിയാമോ? അവിടെയാണ് ഇനി സ്കോപ്പ്. നമ്മൾ ഒരുപാട് മനോരോഗികൾ ഇത് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മനസ്സിൻ്റെ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തി ബേസിക്കലി അയാൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. മനുഷ്യനെ പോലെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സംഘർഷങ്ങൾ ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മൾ മനുഷ്യന് പറ്റിയ കാര്യങ്ങളല്ല നമ്മൾ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൈവിട്ടു പോകുന്നത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് ബേസിക്കായിട്ട് ജീവിതത്തിൽ വേണ്ടത് എന്താ? ഏറ്റവും ബേസിക് സിസ്റ്റമാറ്റിക് ലൈഫാണ് മനുഷ്യന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മൃഗങ്ങളല്ല. മൃഗങ്ങൾ നമ്മളെ കയ്യിലൊക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. കാരണം അവരുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള രീതിയിലല്ല ഇപ്പം ജീവിക്കണത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സിസ്റ്റം ഇല്ലേ. ഇപ്പം നമ്മൾ വലിയ ആളുകളായിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ട്, പലർക്കും ആരോഗ്യമില്ല. അപ്പോൾ അത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഒരു ഏജിൽ വരുമ്പോൾ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അത്രയും തോന്നൂല, എങ്ങനെയെങ്കിലുമൊക്കെ ശരീരം ഇപ്പോൾ പിടിച്ച് നിർത്താനുണ്ടാവും. ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ കൊണ്ടുവരും. ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം സിസ്റ്റമാറ്റിക് ലൈഫ് ഇല്ലാത്തതും നമ്മുടെ ഭക്ഷണക്രമങ്ങളുടെ പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ കുറേ രോഗങ്ങൾക്ക് നമ്മൾ പേര് പറയൂലേ, എന്താ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ അത് നമ്മളതിനകത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ എതിർക്കുകയോ അങ്ങനെയൊന്നുമില്ല, എൻവയോൺമെൻറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ അല്ല എന്നാണ് മിക്കവരും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പലപ്പോഴും സിസ്റ്റമാറ്റിക് ആകാൻ പറ്റാറില്ല. എൻ്റെ തന്നെ കുഴപ്പമാണ്. ഒന്നാമത് ഉറങ്ങാനൊരു സമയം, അത് ഉറപ്പായിട്ടും ഉണ്ടാവണം. നന്നായിട്ട് ഉറങ്ങണം. ഉറക്കം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നോ, നമ്മുടെ ശരീരത്തിന് അങ്ങനെയാണ്. നമ്മുടെ ഒരു റിഥമൊക്കെ ഉണ്ട്. നമുക്ക് ബ്രെയിനിനകത്തൊരു സിസ്റ്റം ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാബിറ്റ്സിനെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ ബ്രെയിൻ. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉറക്കം,
ഹാബിറ്റ് ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങും, ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാവും. അപ്പോൾ എല്ലാ വീട്ടിലും ചെക്ക് ചെയ്യണം പാരൻസ്, കൃത്യമായിട്ടൊരു സമയം ഉറങ്ങാൻ, കൃത്യമായിട്ടുള്ള സമയം ഉണരാൻ. വീടുകളിൽ എന്താ നടക്കണത്? പാരൻസ് എന്താ ചെയ്യണത്? നമ്മൾ എന്തൊക്കെ ഉപദേശിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ഇതിനുള്ള ഇമ്പോർട്ടൻസ് കുട്ടികളെ അവരുടെ മുന്നിൽ മാതൃകയായിട്ട് നമ്മൾ ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ മൊബൈല് എപ്പോഴും നമ്മുടെ കയ്യിൽ മൊബൈലാണ്, നമ്മുടെ ജോലിയുടെ ഭാഗമാണെങ്കിൽ പോലും അവർക്കൊരു ദുർമാതൃകയായിട്ട് വരരുത്. അവർക്ക് മനസ്സിലാവണോ ഇത് ജോലിയുടെ ഭാഗമായിട്ടാണ്, നമ്മൾ വെറുതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്പെസിഫിക് ടൈം ഉണ്ട്, ഇന്ന സമയമാണ്. അതൊക്കെ നമുക്ക് കുട്ടികളോട് സംസാരിക്കാമല്ലോ. നമുക്ക് മൊബൈലൊക്കെ കാണാം, വേണമല്ലോ നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അതിന് എന്ത് കാണണം? നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ മതി, പിന്നെ ആ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറില്ലല്ലോ. ഒരു മൊബൈൽ ഉപയോഗിക്കണ്ട കേട്ടോ. അങ്ങനെയാണ് കുറേ പാരൻസ്. മൊബൈൽ നീ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മൊബൈൽ ഉപയോഗിക്കാൻ അറിയണം അവൻ. ഞാനെപ്പോഴും പറയും മദ്യപിക്കരുതെന്നല്ല പറയേണ്ടത്, എങ്ങനെ മദ്യപിക്കണമെന്ന് അവൻ അറിയണം, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. ഇത് തൊടാൻ പാടില്ല, കുടിക്കുക. അങ്ങനെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇതൊക്കെ ക്യൂരിയോസിറ്റി അറിഞ്ഞൂടെ അവൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. പക്ഷേ മയക്കുമരുന്ന് അത് വേറൊരു സംഭവമുണ്ട്. അതേസമയം മദ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് അതൊരു സോഷ്യൽ ആക്സെപ്റ്റൻസ് കുറച്ചുകൂടിയുള്ളൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഒളിച്ചൊക്കെ കഴിക്കുക, ഈ കൊച്ചു പിള്ളേരാകുമ്പോഴേ. എന്നാൽ വലിയ ആളുകൾ ഇവരുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. നമ്മൾ എന്താണോ കുട്ടികളെ എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നോ അതിന് നമ്മൾ മോഡലാവുക എന്ന് കവിഞ്ഞോ ഒന്നുമില്ല. മാതൃകയാണ് ഏറ്റവും നല്ല പ്രേരണ. അപ്പം നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം, ഒന്നാമത്തത് നമ്മളൊരു കാര്യം ചെയ്യാവുന്നത്, ഏറ്റവും വലിയ ദുർമാതൃകയുണ്ട് ഈ മൊബൈൽ ബെഡ്റൂമിൽ കയറ്റണത്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും പറയും അതിന് അലാറം വേറെ എന്തെങ്കിലും സംഭവം പോരെ അലാറത്തിന്. പണ്ട് അലാറം നമ്മൾ സെറ്റ് ചെയ്യണ വേറെ ഒന്നുമില്ലല്ലേ. അപ്പോൾ ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഞാൻ പറയുന്നത് ലാൻഡ് ഫോണൊക്കെ വീട്ടിൽ വേണം. ഇപ്പം എന്താ, ഒരു കുട്ടികളൊക്കെ വലുതാകുന്ന ഒരു ലാൻഡ് ഫോണിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ, നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് ഫോൺ ചെയ്യണമെന്ന് വേറൊരാൾക്ക് ഉറപ്പിക്കാമല്ലോ. ഇതങ്ങനെയും കൂടിയല്ല. പാർക്കിലിരുന്നായാലും കുട്ടികൾക്ക് പറയണ കേട്ടില്ല, അമ്മേ ഞാൻ ലൈബ്രറിയിലാണ് 2 ബുക്കും കൂടി. ഇതൊക്കെ നമ്മൾ വീട്ടിൽ കാണുന്നതാണ്. മൊബൈലിൻ്റെ ദുരുപയോഗം. നമ്മൾ വേറൊരു സ്ഥലത്തിരുന്നുണ്ട്, ഞാനിപ്പോൾ അവിടെയാണ്, എന്തും പറയാമല്ലോ. അപ്പോൾ ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സത്യസന്ധതയ്ക്ക് കുറച്ചും കൂടി ജെന്വിനാകാൻ സപ്പോർട്ട് ചെയ്യുന്നതാണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം മൊബൈലൊക്കെ എന്നാലത് നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും പറ്റില്ല. അവിടെ മാതാപിതാക്കളുടെ പ്രേരണ, എങ്ങനെ മൊബൈൽ ഉപയോഗിക്കണം, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളെ നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ അത് പറയാനും പറ്റുള്ളൂ നമുക്ക്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് പറയണമെങ്കിൽ ഞാൻ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്യണ ആളല്ലെങ്കിൽ എൻ്റെ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ആളുകൾ പിടിക്കും. നമുക്ക് ആ ഒരു ആർജവം വരില്ലല്ലോ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അമിതമായി കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പം ഈ സെൽഫ് കോൺഫിഡൻസ്, അതായത് നമ്മൾ പല തരത്തിലുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പ്, നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളെയൊക്കെ മാറ്റിമറിക്കുമല്ലോ. അപ്പം അതിന് പാരൻസ് അല്ലെങ്കിൽ അധ്യാപകർ ഈ കുട്ടികളുടെ കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ കോൺഫിഡൻസിന് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യും. അതെ, അത് ചെറുപ്പത്തിലെ കമ്മ്യൂണിക്കേഷൻ തന്നെ അങ്ങനെയാണ്. ഒരു കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന തരത്തിലാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്? കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നീ അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, എങ്ങനെ ചെയ്യണമെന്ന് പലപ്പോഴും പറയാറില്ല. ഇപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞ, ഒരു കുട്ടി ബെഡിൽ കിടന്ന് ചാടും. ഇവിടെ ബെഡിൽ കിടന്ന് ചാടല്ലേ എന്ന് പറയുന്നതിന് പകരം മോനെ താഴെ ഇറങ്ങി വന്ന് നിന്ന് ചാട്. അതൊരു ചെറിയ എക്സാമ്പിള്, ചെറിയ ചേഞ്ചസ്. അപ്പോൾ അതൊക്കെ കോൺഫിഡൻസ് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ്. കമ്പാരിസൺ കോൺഫിഡൻസിനെ തകർത്ത് കളയുന്ന ഒന്നാണ്. നമുക്കെപ്പോഴും കുട്ടികളിൽ ഉണ്ടാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താ, നമ്മളെല്ലാവരും വളരെ വ്യത്യസ്തരാണല്ലോ. ഒന്നാമത്തെ അത് കുട്ടികൾക്ക് മനസ്സിലാവണം. കമ്പയർ, ഷെയറിങ്. എൻ്റെ കൊച്ചുമോളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്പാരിസൺ ഷെയറിങ്. ഇതിനെ പറ്റി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കാരണം ചെറുപ്പത്തിലെ ആ ഒരു അത് വേണ്ട എന്ന് നമ്മളൊരു ബോധവൽക്കരണം അവിടെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഷീ ഡസൻ കെയർ.
ചിലർക്ക് മറ്റേ കുട്ടി അങ്ങനെ ചെയ്തു. അതിപ്പോ നമ്മൾ പറയില്ലേ വെയിലത്ത് കളിക്കല്ലേ, വെറുതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കറുത്തു പോകും. അപ്പൊ അത് നമ്മള് കുഞ്ഞു മക്കളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് നമ്മൾ ചിന്തിക്കും. ദാറ്റ് ഈസ് ദ പോയിന്റ്. നമ്മളെപ്പോഴും ഇതില്ലേ ഈ സാധനം എടുത്ത് പ്രയോഗിക്കുമ്പോൾ അപ്പുറത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമ്മളൊരു ശീലമാക്കിയാൽ മതി. ചിലർ ഞാനിങ്ങനെ പറയുമ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ ആലോചിച്ച് നടക്കാൻ പറ്റുമോ? പക്ഷെ അത് ശീലമായി മാറും. പിന്നെ നമ്മളിത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും. അതൊക്കെ നമ്മുടെ കൂടെ ആയിക്കോളും, കണ്ടീഷൻഡ് ആവും നമ്മളതിന്. അതുപോലെ കുറച്ച് തടിച്ച കുട്ടികളാണെങ്കിൽ, അതായത് കുറച്ച് വണ്ണമുള്ള കുഞ്ഞു മക്കൾ കഴിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അവരുടെ ബോഡി പ്രകൃതവും അങ്ങനെയാണെങ്കിൽ പറയുള്ളൂ ഇത് എന്തൊരു തടിയാണ്, ഇവര് ഇത്തരം ഡ്രസ്സ് ഇടിയിപ്പിക്കരുത്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഭക്ഷണം കുറച്ച് കൊടുക്കൂ, അല്ലെങ്കിൽ ഒരാൾ കഴിക്കുന്ന ഭക്ഷണം ഈ കുട്ടി കഴിക്കുന്നു. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട്. അത് ഇപ്പൊ ഒക്കെ നമ്മൾ ചിന്തിക്കും എത്രത്തോളം അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. പിന്നെ സ്ഥലത്ത് ഒരു ഡ്രസ്സ് ഇടാൻ തന്നെ അവരെത്രത്തോളം സമയം എടുക്കും പിന്നെ അതിൽ നിന്ന് കയറി വരാൻ വേണ്ടി. അത് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി, ഒരു ട്രോമയായിട്ട് മെമ്മറി അല്ല, അതിങ്ങനെ ഉള്ളിൽ കിടന്ന് അത് വലുതാവുമ്പോൾ അത് അവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക ബാധിക്കത്തില്ല അവരുടെ മനസ്സിൽ. ഉറപ്പായിട്ട് ബാധിക്കുമല്ലോ. മനസ്സെന്ന് പറഞ്ഞ സംഭവമല്ലേ. പക്ഷേ ഞാൻ പറയണത് നമ്മൾ വളർന്നു വലുതായി എന്ന് വിചാരിക്കുക, നമ്മൾ മെച്യൂർഡായി. ചിലർ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് നടക്കും. അത് നമ്മൾ ഓവർകം ചെയ്യാൻ നമ്മളൊരു ലെവലായി കഴിഞ്ഞാൽ വി ആർ ഇൻഡിപെൻഡന്റ്. പിന്നെ പഴയത് പറഞ്ഞ് നടക്കരുത്. നമ്മൾ ചെയ്യണം സെൽഫ് ഹീലിംഗ്. കാരണം പിന്നെ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ പറഞ്ഞ ആളുകൾ മരിച്ചുപോയി ഇപ്പില്ല. പക്ഷെ അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്യൂസ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇത് നമുക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, അവർ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് വളരണം. കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വന്ന് ജെന്റിൽ പാരന്റിങ്ങിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം അതല്ലേ. എല്ലാവരുടെയും വിചാരം കറക്ഷൻ പാടില്ല. നന്നായിട്ട് കറക്റ്റ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. പക്ഷെ ദ വേ വി കമ്മ്യൂണിക്കേറ്റ്, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. ശിക്ഷ വേണ്ടെന്ന് പറയുമ്പോൾ ശിക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കി. ശിക്ഷ വേണ്ട, ശിക്ഷ പാടില്ല, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ലോ. ലോകം മാറിയപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് കുട്ടികളെ ശിക്ഷിക്കാൻ അവകാശമില്ല. പക്ഷേ ശിക്ഷണം വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. വേണ്ട രീതിയിൽ മാതൃക കാണിച്ച് അവരെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത്. പോയിരുന്ന് പഠിക്കുന്ന പറയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. നമുക്കേ 7 തൊട്ട് 9 വരെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് പഠിക്കാം. അപ്പോൾ നമുക്കിനി എന്ത് പഠിക്കാനാണ്? പക്ഷെ ഒരു പുസ്തകം എടുത്ത് സിറ്റ് അലോങ് വിത്ത് ദം. നമ്മുടെ ഒരു പഠനത്തിലുള്ള താല്പര്യം അത് അവരിലേക്ക് എത്തും. ഇപ്പോൾ ഭയങ്കരമായിട്ട് അവർ നമ്മളെ മോഡലിങ് ഇൻഫ്ലുവൻസ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എൻ്റെ കൊച്ചുമോള് തന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നിയ ലൊറൈൻ, അതിൻ്റെ കൂടെ ഞാൻ മേരി മെറ്റിൽഡയുടെ പേരെക്കൊണ്ടിയാണ്. അതായത് കണ്ട് സംഭവം അങ്ങനെയൊക്കെ പറയാം. അതാണ് ഞാൻ എത്ര ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരെന്തുമാത്രം നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അതൊന്നും ഞാൻ കാണാറില്ല. പക്ഷെ നമ്മുടെ ആ ഒരു പെരുമാറ്റവും നമ്മുടെ സംസാരവും അവരുടെ മനസ്സിലിങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം മമ്മി ഒരു അധ്യാപന കാലയളവുണ്ടല്ലോ, വളരെ നീണ്ട ഒരു കാലയളവാണ് അത്. അപ്പോൾ തുടക്കകാലത്തുള്ള വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിൽക്കുമ്പം ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? അതിൽ നല്ല രസമാണ്. ഞാൻ 13 റിട്ടയർ ചെയ്തു. 13 റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കണത് ഏറ്റവും ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്ന കുട്ടികളാണ് മഹാരാജ് കോളേജിൽ നിന്നുള്ളതാണ്. അയ്യോ, അപ്പൊ അങ്ങനെയാണ് പുറത്തേക്ക് കേൾക്കുന്ന മഹാരാജാസിലെ പിള്ളേർ ഭയങ്കര ജിൽ. അതുപോലെ ചിലപ്പോ കസേര കത്തിച്ച കുട്ടികൾ, അങ്ങനെയൊക്കെ പേരുണ്ട്. പക്ഷെ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതിന്റെ ഒരു കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷനും ഞാൻ അവരെ മനസ്സിലാക്കിയ രീതിയായിരുന്നു. പിന്നെ എൻ്റെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രിൻസിപ്പലായി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കാണെന്നുള്ള നല്ല ബോധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് റിട്ടയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെന്നപ്പോൾ അതെന്താ അങ്ങനെയൊക്കെ പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, 2-3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഒരു ടീച്ചർ പറയാ, ടീച്ചറെ അന്നത്തെ കുട്ടികളൊന്നും അല്ല ഇപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് 3 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും കുട്ടികൾക്ക് ഇത്ര വ്യത്യാസം വന്നോ? ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ്. പഴയ കുട്ടികളും ഈ ബേസിക് ആയിട്ട് മനുഷ്യർക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ബേസിക് സംഭവങ്ങളൊക്കെ സെയിമാണ്. അപ്പം ഞാൻ 2010 എൻ്റെ ലാസ്റ്റ് ബാച്ചിനെ ഞാൻ പഠിപ്പിച്ചത്. ഈ പറഞ്ഞ ഒരു കൺസേൺ എനിക്ക് പണ്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നല്ല ചെറുപ്പമല്ലേ, അപ്പോൾ പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വരുന്നു, സംസാരിക്കുന്നു, ഭയങ്കര ആരാധന.
അപ്പം ഞാനിത് വിചാരിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഇവരുടെ എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്നോ, അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് നമ്മൾ ലെക്ചററാണ്. നമ്മൾ പ്ലാറ്റ്ഫോമിൽ ചെന്ന് കുട്ടികളോട് സംസാരിക്കുന്നു, കുട്ടികൾ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ഇരിക്കുന്നു, കുട്ടികളുടെ പേരറിയില്ല, ഊരറിയില്ല, ഒന്നും അറിയില്ല. അപ്പോൾ അവർ പക്ഷെ നമ്മുടെ അടുത്തേക്ക് വരും. അത് അന്നത്തെ ഒരു ടീച്ചർമാരാണ്, അവരെ ബഹുമാനിക്കേണ്ടതാണ്, അങ്ങനെയുള്ള ഒരു തോന്നലുണ്ട്. ഇന്ന് അങ്ങനെ ഒരു കാലം അല്ലല്ലോ. നമ്മൾ ഈ കാലം ചേഞ്ച്, നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ചേഞ്ച് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അറിയാം, അധ്യാപനത്തിലെ ഏറ്റവും നമ്മളെ അധ്യാപനത്തിലേക്ക് പ്രേരിപ്പിക്കുന്നതും പ്രചോദനവും നമ്മുടെ വിദ്യാർത്ഥികളാണ്, അവരുമായിട്ടുള്ള കണക്ഷൻസ്. അപ്പം ഞാനിതിൽ ഒരുപാട് ഹോംവർക്ക് ചെയ്യുമായിരുന്നു. ഈ കണക്ഷൻസ് എപ്പോഴും അന്നേ എനിക്കൊരു തോന്നലുണ്ട്, ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചർമാർക്കാണ്. പക്ഷേ അന്നത്തെ ടീച്ചർമാർ അങ്ങനെ ശ്രമിക്കാറേയില്ല കേട്ടോ കുട്ടികളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് ബാച്ചായപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ വീണ്ടും വീണ്ടും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങി. ആ ലെവല് മാറി അവരുമായിട്ട് ഇതുപോലൊരു ജെൻറ്റിൽ പാരൻറ്റിങ് പോലെ ജെൻറ്റിൽ ടീച്ചിങ്ങിൻ്റെ ഒരു ലെവലിലേക്ക് ഞാൻ മാറി. അന്നും അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ പണ്ടേ എന്നിലുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റാണത്, അല്ലാണ്ട് ഞാനിത് പഠിച്ചുണ്ടാക്കിയതൊന്നുമല്ല. പിന്നെ ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ച് എനിക്കിപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളിങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങിയാണ് അവരോട്. ആ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർ വീണ്ടും നമ്മളോട് ഭയങ്കര ഇൻറ്റിമേറ്റ് ആകാൻ തുടങ്ങി. അവർ ആ ഇറങ്ങിച്ചെല്ലലിൽ ആ അടുപ്പം ഒന്നുകൂടി സ്ട്രോങ് ആയി. ഞാൻ ഒരു സംഭവം ഞാൻ എപ്പോഴും ഓർക്കും. അതായത് നമ്മൾ എന്തുമാത്രം അവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു നമ്മുടെ രീതിയിലൂടെ. ഒരിക്കൽ തെന്മലയിലൊരു ടൂറിന് പോയി. ഞാൻ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ടൂറിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചില ടീച്ചർമാരൊന്നും പോകൂല, ഇപ്പം ആരും പോണില്ലെന്നാണ് കേൾക്കണത് കുട്ടികളുടെ കൂടെ. കുട്ടികൾ അതിന് വേറെ ഭയമായി തുടങ്ങി. അപ്പം ചില കുട്ടി അതിൻ്റെ അമ്മയൊക്കെ കൂടിയാണ് പോണത്. ഭയം. ഈ പണ്ട് അക്ബർ കക്കട്ടിൽ എന്ന് പറഞ്ഞൊരു കഥാകാരനാണ്, ഒരു വാചകം എഴുതിയത് ഇപ്പോഴെൻ്റെ മനസ്സിലുണ്ട് അധ്യാപനത്തെക്കുറിച്ച്. കക്ഷത്തിൽ അറ്റൻഡൻസ് രജിസ്റ്ററും മനസ്സിൽ ഭയവുമായി ഗുരു ക്ലാസ്സിലേക്ക് വന്ന് കയറി. കുറേ ടീച്ചർമാർക്ക് ഇപ്പോൾ പേടിയാണ്. അപ്പം അന്ന് തെന്മല ഡാമിൽ ഇങ്ങനെ ഞങ്ങൾ ബോട്ടിങ് നടത്തുമ്പോൾ ചെറിയ ചെറിയ വന്യജീവികളെയൊക്കെ നമുക്ക് കാണാമെന്ന് പറയണം അതിൻ്റെ അരികിൽ. അപ്പോൾ പിള്ളേർ കിടന്ന് ഭയങ്കര ബഹളം, കൂവലോ, ഒച്ച. അപ്പോൾ ഡ്രൈവർ അതിലൊരാളെ വിളിച്ചിട്ട് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കണം, അനൂപ് എന്ന് പറഞ്ഞ പയ്യൻ, അനൂപ് പോയി എല്ലാവരോടും പറഞ്ഞ് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ, ഞങ്ങൾ ടൂറിനാന്ന്, ഞങ്ങളുടെ ഇഷ്ടമാണ്, അതാണെന്നൊക്കെ പറഞ്ഞ് അതിലും ബഹളമായി. അപ്പോൾ ഞാൻ അനൂപിനെ വിളിച്ചു. അനൂപ് പോയി ഞാൻ പറഞ്ഞു എന്ന് ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അനൂപ് വീണ്ടും ചെന്ന് എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആരാ പറഞ്ഞെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ കുട്ടികൾ വീണ്ടും പഴയ പോലെ റിയാക്ട് ചെയ്തു. അപ്പോൾ അനൂപ് പറയാം, ഞാനെന്താ പറഞ്ഞത്, മെറ്റിൽഡ ടീച്ചർ പറഞ്ഞു എല്ലാവരും മിണ്ടാതിരിക്കാൻ. പിൻ ഡ്രോപ്പ് സൈലൻസ്. അപ്പോൾ അനൂപ് എന്താ മിണ്ടാതിരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, മെറ്റിൽഡ ടീച്ചർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. ആ ഒരൊറ്റ വാചകം. അപ്പോൾ ഞാൻ വിചാരിക്കും അതെന്തുകൊണ്ടാണ് ഉണ്ടായത്, എൻ്റെ കഴിവൊന്നുമല്ലല്ലോ, നമ്മൾ അവരുമായിട്ട് ഉണ്ടാക്കിയ ആ ഒരു കണക്ഷൻ, ഇൻറ്റിമസി, അതിന് വർക്ക് ചെയ്യണം. അതാണ് പ്രശ്നം. അവരറിയണം, അവരുമായിട്ട് എപ്പോഴൊക്കെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റുമോ. ഞാൻ ചിലപ്പോൾ എറണാകുളം പാർക്കിലൊക്കെ ഇവരൊക്കെ ആയിട്ട് പോയി കുറേ സമയം അവിടെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില രീതികളൊക്കെ ഇല്ലേ. അത്തരത്തിൽ എപ്പോഴെങ്കിലും ഭയങ്കര മറക്കാനാവാത്തൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ കുട്ടികൾ അവരുടെ കുട്ടികളുമായിട്ടുള്ള ഇൻറ്റിമസിയിലെ ഏറ്റവും മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് ഡേയിലുണ്ടായ ആ കുട്ടികളുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വരുന്ന അത്ഭുതങ്ങൾ. അപ്പോൾ അത് കോളേജ് ഡേയിലെ അവസാനം അടിപിടി ബഹളമാണ് കേട്ടോ, മിക്കവാറും കോളേജ് ഡേയുടെ അവസാനം. അപ്പം ഞാൻ പെട്ടെന്ന് മൈക്കെടുത്ത് പറഞ്ഞ് ഞാനൊരു പാട്ട് പാടാൻ പോവാണെന്ന് പറഞ്ഞു. കുട്ടികളെല്ലാവരും കൂടി ഓടി, ഈ അടിപിടി അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്ന് ടീച്ചർ പാട്ട് പാടാൻ പോകുന്നു. അപ്പോൾ നമ്മളെ നേരത്തെ അറിയാവുന്നത് നമ്മുടെ ഒരു ഇൻറ്റിമസിയൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. എന്നിട്ട് ഞാൻ മുത്തുച്ചിപ്പി പോലൊരു മെനക്കിടണം. അപ്പം ഞാനിത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പാട്ട് പാടണം, പാട്ട് പഠിക്കണം, അല്ലാണ്ട് ചിലപ്പോൾ അവർ പൂവും കയറിയെന്ന് പാടിയാ. അപ്പോൾ ഞാൻ മുത്തുച്ചിപ്പി പോലൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ഉണ്ട് നിതിൻ, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ പകുതി അയാൾ പാടുമല്ലോ, അയാൾ നല്ല ഉഗ്രനായിട്ട് പാടുന്നതാണ്.
ഭയങ്കര രസമായിട്ട് കുട്ടികൾ അന്ന് ഇറങ്ങിയ സമയമാണ്. ഇത് ആസ്വദിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിന്നപ്പോൾ ഞാൻ അനൗൺസ് ചെയ്തു, ഇവിടെ നമ്മുടെ കോളേജ് അവസാനിക്കുകയാണ്, ഒരു പ്രശ്നമില്ല, എല്ലാവരും പോയി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പം ഞാൻ ബോട്ടിലുണ്ടായ അനുഭവം പറഞ്ഞില്ലേ, ആ കുട്ടികളുമായിട്ട് ആ ഒരു കണക്ഷൻസ്, അത് ബുദ്ധിമുട്ടണം കേട്ടോ. വെറുതെ ഇരുന്ന് കണക്ഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് ചിലവർ ചെയ്യണ പോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്ത് അവരുടെ കൂടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തൊക്കെ ചെയ്യണ ആളുകളുണ്ട്. അവരുടെ കൂടെ മദ്യപിക്കുക, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലോ അവര് യഥാർത്ഥ രീതിയിൽ നമ്മൾ ഇൻറ്റിമസി ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു സ്പെൻഡ് ടൈം മാത്രമല്ല പ്ലാനിങ്. ഇതൊക്കെ അയാളെ എങ്ങനെ ചെയ്താലാണ് ഒരു ലെസൺ പ്ലാൻ ചെയ്യുമ്പോൾ പോലും അവരെ ഫോക്കസ് ചെയ്ത് ചിന്തിക്കണ്ടേ, ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് ഇത് അവർക്ക് മനസ്സിലാവുക, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആകുക, അവരുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുക. അതെ, നമ്മളിപ്പം വാർത്തകൾ കാണുന്നുണ്ടല്ലോ, കുട്ടികളോട് മാർക്ക് കുറഞ്ഞതിനെ മാറ്റിയിരുത്തി എന്നിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്താണ് ഇവരുടെ തലയ്ക്ക്? ശരിക്കും അധ്യാപകരെ എന്തുമാത്രം മാറ്റം വരണം അല്ലേ? ഒന്നാമത്തത്, നമ്മള് ഈ ലോകത്ത് ഒരുപാട് സാധ്യതകളില്ലേ. നമ്മളിപ്പോഴും ഈ അക്കാദമിക് ബ്രില്യൻസ് വെച്ചിട്ടാണ് കുട്ടികളെ അസസ് ചെയ്യണത് ഇപ്പോഴും. അത് സ്കൂളിന് വിജയ ശതമാനം, മാതാപിതാക്കൾക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ, ഇതൊക്കെ വന്നിട്ടല്ലേ. കാരണം ഈ ലോകത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മകനൊരു സൗണ്ട് എഞ്ചിനീയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ എൻ്റെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ട്. അയാൾ അക്കാദമിക്കായിട്ട് എന്നെ പോലെ വേറെ തലങ്ങളിൽ എന്നെക്കാളും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. അവൻ ബിടെക് കഴിഞ്ഞപ്പോൾ എനിക്ക് സൗണ്ട് എഞ്ചിനീയറിങ് പഠിക്കാൻ പോകണം. ഹി വെൻറ്റ്. ഇപ്പോൾ എനിക്കതെന്ത് സപ്പോർട്ടായെന്നാ, എൻ്റെ ചാനലിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് എൻ്റെ ശബ്ദവും ആ വോയിസ് ആണെന്ന് ആളുകൾ പറയും. അത് അവൻ നല്ല പണിയെടുക്കും, വോയിസ് നല്ല ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ അയാൾ അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിന് പോയി. ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ചില ചിത്രങ്ങളുണ്ടാവും. ചിലപ്പോൾ അവൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നല്ല ഫേമിലൊക്കെ ആയിരുന്നെങ്കിൽ. പക്ഷേ അവൻ പറയണത് ജോലിക്ക് ചെല്ലുമ്പോൾ സമയം പോണതേ അറിയില്ല. നമുക്കിഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ, എൻ്റെ മകൻ സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്കതൊരു അക്കാദമീഷ്യനോ അങ്ങനെ ആവണ്ടേ. പക്ഷെ അവൻ്റെ സന്തോഷം, അയാൾ നന്നായിട്ട് ചെയ്യണ കാര്യങ്ങൾ അയാൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാവണം, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. അതുകൊണ്ട് എക്കണോമിക് ഇൻകം ഉണ്ടാവണം. പുതിയ തലമുറയിലെ അധ്യാപകരോട് എന്താ മാമിന് പറയാനുള്ളത്? പുതിയ തലമുറയിലെ അധ്യാപകർ ഞങ്ങളുടെ പോലെയല്ല കേട്ടോ, നല്ലവരാണ്. അവർക്ക് ജീവിതമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കെപ്പോഴും മനസ്സിലാകുന്നത് അവർ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഏർജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളത്. ലൈഫിലെ ടീച്ചിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസ്, അവരുടെ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ക്ലാസ് റൂംസ് എന്ന് പണ്ട് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയൊരു ദൗത്യം നമുക്കുണ്ടെന്ന് ചിന്തിക്കാനൊന്നും സമയമില്ലാത്ത വിധത്തിൽ നമ്മുടെ എൻവയൺമെൻറ്റ് മാറി. ഇപ്പോൾ ടീച്ചർമാരുടെ കാര്യം ഭയങ്കര രസമാണ്. അവരെങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, അവരെത്ര പേപ്പർ പ്രസൻറ്റ് ചെയ്തു, അവർ എത്ര യാത്ര ചെയ്തു, എവിടെയൊക്കെ പോയി, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പ്രബന്ധം അവതരിപ്പിച്ചു, ഇവരുടെ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു ഗിവിങ് എൻഡിൽ ഇവർ പലപ്പോഴും സമയം കിട്ടത്തില്ല. എല്ലാ ടീച്ചർമാരോടൊന്ന് സംസാരിച്ച് നോക്കൂ. വന്ന് ടീച്ചറെ പഠിപ്പിക്കാൻ സമയമില്ല, കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യാൻ സമയമില്ല. അപ്പോൾ അവിടെ നമ്മുടെ എൻവയൺമെൻറ്റിന് കുഴപ്പമുണ്ട്. ഇത് അവരുടെ മാത്രം കുഴപ്പമില്ല. അവരുടെ പ്രൊമോഷൻ നിശ്ചയിക്കപ്പെടുന്നത് ഈ എത്ര പേപ്പർ പ്രസൻറ്റ് ചെയ്തു, എന്ത് പേപ്പർ, എങ്ങനത്തെ പേപ്പർ, ഇത് ആർക്ക് ഉപകാരം, ഇതൊന്നും അവിടെ ചർച്ചാ വിഷയമല്ല. ഇപ്പോൾ PhD തന്നെ അങ്ങനെയല്ലേ, ഒരുപാട് പേര് PhD എടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കിത് പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. അതേപോലെ ഒരു സംഭവമാണ് ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും സ്റ്റുഡൻസിന് ഒരു തരത്തിലും ഉപകാരപ്പെടുന്നില്ല. കാരണം ടീച്ചിങ്ങിലെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന കുട്ടികൾ ഏറ്റവും മികച്ചവരായിട്ടൊരു ബെസ്റ്റ് വേർഷൻസ് ആയിട്ട് മാറണം. ആ ഒരു ആംഗിളിൽ നിന്ന് ടീച്ചിങ് മാറിപ്പോയി, വേറെ പല ആംഗിളുകളിലുമായി, പലത്ത് കമേഴ്സ്യലായി. ഒരു കോഴ്സ് നടത്തി എങ്ങനെ സ്ഥാപനങ്ങൾക്ക് പണം ഉണ്ടാക്കാം, അങ്ങനെ ഒന്നാമത്തെ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നല്ലേ. നമുക്ക് എല്ലാവർക്കും പണമല്ലേ വേണ്ടത്. ടീച്ചർമാരെ മാത്രം കുറ്റം പറഞ്ഞു, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഓറിയൻറ്റേഷൻ തന്നെ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഓരോ ടീച്ചറും ഞാൻ പറയണ, നമുക്കിപ്പോൾ സിസ്റ്റം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആകണമെന്നില്ല.
പക്ഷെ നമ്മളങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ പണിയെടുക്കേണ്ടി വരും. അതും നമ്മുടെ റിക്വയർമെൻറ്റ്സ് ഇങ്ങനെ പേപ്പർ പബ്ലിഷ് ചെയ്യണം, അത് ഒരു വശത്തുണ്ട്. കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, കുട്ടികളുമായിട്ടുള്ള കണക്ഷൻസ്, അപ്പോൾ അത് ഭയങ്കര ചലഞ്ചിങ് ആണ്. പണ്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ മിക്കവാറും സമയം കുട്ടികളെ പഠിപ്പിക്കും, അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ട് അധികം കണക്ഷന് പോണത് നല്ലതല്ല എന്നൊക്കെയുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എവിടെ എന്തൊക്കെ ചിന്ത ഉണ്ടായാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. ഞാൻ അന്നേ കുട്ടികളുമായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കിയിരുന്നു. അതിനെ വിമർശിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ആ ടീച്ചർ ഏത് നേരം കുട്ടികളുടെ കൂടെയാണ്. പക്ഷെ നമ്മൾ തീരുമാനിക്കണമല്ലോ കുട്ടികളുടെ കൂടെയാകുന്നത് എന്തിനാണ്, അവരെ നന്മയിലേക്ക് നയിക്കാനാണ്. അല്ല അവരെ ആ രീതിയിലൂടെ അവരെ കൂടുതൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആയിട്ട്, നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, പാരൻറ്റിങ്ങിലായാലും ടീച്ചിങ്ങിലായാലും അവിടെ നമ്മൾ ഫെയിലിയറായിട്ട് വേറെ സിസ്റ്റത്തിനെ ഇതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ സ്കൂൾ കോളേജിലാണെങ്കിൽ സിലബസ് തീർക്കണം, ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ടാവും, അത് ചെയ്യണം. അതെന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മളിങ്ങനെ കാണുമ്പോൾ സിസ്റ്റത്തിൻ്റെ 3 സൈഡ് ചിലപ്പോൾ ഭയങ്കര ബോക്സ്, ഇറ്റ് ഈസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 3 സൈഡഡ് ബോക്സ് ആയിട്ട് കണ്ടാൽ മതി. 4th സൈഡ് എപ്പോഴും ഓപ്പൺ ആണ്. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഓറിയൻറ്റേഷനിൽ നമ്മൾ ജീവിതത്തെ കാണും. ചുറ്റുപാടും നോക്കി അവരിങ്ങനെ ആയതുകൊണ്ട് ഇവരിങ്ങനെ ആയതുകൊണ്ട് കുറ്റപ്പെടുത്തി നിന്നിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ കയ്യിലുള്ളത് ജീവിതങ്ങളാണ്, ജീവനല്ല, ജീവിതമാണ്. ഡോക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പറയില്ലേ, ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ ജീവൻ, ഇതല്ല, ജീവിതമാണ്. അതിനേക്കാളും എത്രയോ ഉന്നതമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ലൈഫ് കോച്ചും മഹാരാജാസ് മുൻ പ്രിൻസിപ്പലുമായ മേരി മെറ്റിൽഡ മാമാണ്. വളരെ നന്ദി മാം, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു. താങ്ക് യു.